പറഞ്ഞ പോലെ ഇതിൽ നിങ്ങളെപ്പോലത്തെ ഫ്രീ ടൂണേഴ്സിന് എന്താണ് ഈ ഫംഗ്ഷനിൽ നിന്ന് ഈ ഇവൻറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മെയിൻ കാര്യം ഇത് ഒന്ന് വന്നിട്ട് ഈ ഇവൻറ്റ് ഒരു നോളജ് ഷെയറിംഗ് ബേസ് ഇത് അല്ലാതെ നമ്മൾ 3000+ ഡ്രൈവേഴ്സും നമ്മൾ ഡ്രൈവർ കണക്ട് പ്രോഗ്രാംസ് കൂടെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഐ വോണ്ട് ടു ഷെയർ സംതിങ്. കുറേ കാര്യങ്ങൾ ചുമ്മാ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റിലോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ ബിസിനസ്. ഇന്ത്യൻ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 6.25 ലക്ഷം കോടിയുടെ ഇൻഡസ്ട്രി ആയിരുന്നു 2010-ൽ. ഇതിൽ 450 കോടി ആളുകൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇതിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് 15 to 20% ഇൻക്രീസ്. ഇത് ട്രക്കിംഗ് സെക്ടർ മാത്രമല്ല, ഇതിൽ റോഡും റെയില് സീയും എയർ ട്രാവലും എല്ലാം ഇൻക്ലൂഡ് ആകുന്നുണ്ട്. ആക്ച്വലി ട്രക്കിങ്ങിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു 7% കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് അത് 4.5-5% വന്ന് നിന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ ഇത് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് 10 to 20% ഓഫ് GDP. GDP എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കൺട്രിയുടെ പ്രൊഡക്റ്റിൻ്റെ 20% ആണ്. ബിക്കോസ് ഐ എം ഔട്ട്സൈഡർ ടു മഹീന്ദ്ര, ഒരു കൺസൾട്ടൻ്റ് ആണ് ഞാൻ. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വി വോണ്ട് ടു ഗെറ്റ് ദ ട്രക്ക് ഓണേഴ്സ് ടുഗെദർ. എല്ലാവരും ഒന്നിച്ച് വന്ന് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പുട്ടപ്പ് ചെയ്യുക. പല രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പല ഫോറമിൽ, ഓൾ ഇന്ത്യ ഫോറമിൽ ഞാൻ ഇതെല്ലാം പുട്ടപ്പ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. Sir, thank you very much for coming to our Outperformer League. Yeah, thank you, sir. And just for your information, I am saying that this Outperformer League we have started 2.5 years back, and all over India we have completed around 53 events like this. And this is the first time event we have conducted in Calicut. So I just want your opinion and information about this event which you attended. How do you find it? Yeah, actually, here just now I think the meeting was very good. So myself, it will be very helpful for driving the vehicle. Thank you for coming. ഇപ്പോൾ 2.5 വർഷമായിട്ട് ഓൺ എൻജോയ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഫസ്റ്റ് ടൈമാണ് കാലിക്കറ്റ്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഇന്നത്തെ വന്നതിനുള്ള ഒരു അഭിപ്രായം ജനറലായിട്ട്? നല്ലൊരു ഫീഡ്ബാക്കാണ്. ഇതേമാതിരി ഒരു 6 മാസത്തിൽ ഒരു പദത്തിൽ നടത്തുന്നത് നല്ലതാണ്. ഓക്കെ. സെക്കൻഡറി ക്വസ്റ്റ്യൻ സാർ, ഇതിപ്പോൾ ഒരു 6 മാസം നടത്തിയാൽ നന്നാണെന്ന് പറഞ്ഞു. അത് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കുറച്ചുകൂടി ഇൻട്രാക്ഷൻ കൂടുന്നതാണ് സാർ പറയുന്നത്. കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊരു വിശ്വാസം. നല്ല വിശ്വാസം. തേർഡ് വന്നിട്ട് സാർ, ഇപ്പോൾ ഒരു മഹീന്ദ്ര ട്രക്ക് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ സാറിനുണ്ടോ? അത് ചെയ്യുമോ? നമുക്ക് തീർച്ചയായും ചെയ്യും. നല്ലൊരു ഫീഡ്ബാക്കാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.